ഹായ്, വെൽക്കം ടു നീഡിൽ ആൻഡ് ബ്ലോസം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാസ്കേഡ് ബോ അല്ലെങ്കിൽ ഡ്രൈപ്ഡ് ബോ. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെയുള്ള കാസ്കേഡ് ബോ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 16 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളമുള്ള ഒരു പാറ്റേൺ പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 16 ഇഞ്ചല്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 16 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 16 ഇഞ്ചിൽ നിങ്ങൾ എടുക്കുക. കാരണം ഞാനിത് സ്ക്രീനിൽ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് സെൻറ്റിമീറ്ററിൽ എടുത്തതേ ഉള്ളൂ. അപ്പം ബോ എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് വീതിയും നീളവും ഒരുപോലെയുള്ള പേപ്പർ എടുക്കുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ പേപ്പർ ഞാനിതാ ഇതുപോലെ 4 ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ സെൻറ്റർ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ മടക്കി നമ്മളിതാ ഇവിടെ ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് നോക്കാം. ഇവിടെ ഒരു 8 സെൻറ്റിമീറ്റർ. അപ്പോൾ അതുപോലെ നമ്മളിങ്ങോട്ട് 8 സെൻറ്റിമീറ്റർ വെച്ച് നമ്മളിവിടെയൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. 8 വീണ്ടും നമ്മളിതാ 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുത്തു. വീണ്ടും നമ്മളിതാ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ശേഷം അടയാളപ്പെടുത്തിയ ഓരോ ഇതും തമ്മിൽ നമ്മളിതാ ഇതുപോലെ ഒരു കേവ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്യുക. കേവ് വരച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ഫുൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലാണ് നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പേപ്പറിൽ നമുക്ക് 4 റെഫറൻസ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 റെഫറൻസ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള ഈ ലെങ്ത്തിൻ്റെ 1/3 നമ്മൾ ഇവിടെ മുകളിൽ അടയാളപ്പെടുത്തുക. അപ്പം നമ്മൾ ഈ ഒരു ലെങ്ത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ അളവ് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്ററും കൂടി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ മുകളിൽ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊരു ലൈന് കറക്റ്റ് വരച്ചു കൊടുക്കുക. നമ്മൾ ആ പോയിന്റിലൂടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ ഇങ്ങോട്ട് താഴേക്കും ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയ ഇതേ അളവ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ
ഈ സെയിം അളവ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ 2 പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കുക. എന്നിതാ ഇതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ ഒരു പോയിൻ്റ് ചെയ്തല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1 സെൻറ്റിമീറ്റർ താഴേക്ക് നമ്മൾ ഒരു പോയിൻറ്റും കൂടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റും തമ്മിൽ ഇതാ ഇതുപോലെ ഒരു കേവ് വരച്ചു കൊടുക്കുക. ഒരു ജെ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഒരു ജെൻ്റെ താഴെ വരുന്ന പോലുള്ള ഒരു ഷേപ്പ്, ഇതാ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗം, ഈ ഒരു ലൈനിൻ്റെ ഇങ്ങോട്ട് വരച്ച ഈ ഭാഗത്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മളിവിടെ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് നമ്മൾ റെഫറൻസ് ലൈനിലൂടെ ഇതൊന്ന് ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പം ഇനി ഈ ഒരു ലൈന് നമ്മൾ ഇങ്ങോട്ടും നമ്മളിതാ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഇതുപോലെ ഈ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഇതുവരെ ഈ ഒരു പോയിന്റിൽ നമ്മൾ നിർത്തുക. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഷേപ്പ് ചെയ്ത ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു മാർക്കിങ്ങും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഈ 2 സൈഡിലും നമ്മൾ ഒരു 1/2 ഇഞ്ച്, ഇതിൽ ഞാൻ 1/2 സെൻറ്റിമീറ്ററാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണോ അളവ് എടുക്കുന്നത് അതിൽ ഇഞ്ചാണെങ്കിൽ ഇഞ്ച്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, ഒരു 1/2 സെൻറ്റിമീറ്റർ ഞാൻ ഈ 2 സൈഡിലും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിൻറ്റും ഇതും തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു പോയിൻറ്റും തമ്മിലും നമ്മളിതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡും നമ്മൾ ഈ 2 സൈഡും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോ എങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം എല്ലാവരും ഈ പാറ്റേൺ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലോത്തിലുള്ള കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.